നമസ്കാരം. ഞാൻ ഡോക്ടർ ബിജു സണ്ണി, ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ കോഴിക്കോടിൽ വർക്ക് ചെയ്യുന്ന സീനിയർ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ ഉറക്കക്കുറവിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതാണ്. ഉറക്കക്കുറവ് ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. പലരും ഉറക്കക്കുറവ് ഒരു അസുഖം അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് അത് ഡോക്ടറെ കാണിക്കാൻ മാത്രമുള്ളൊരു ബുദ്ധിമുട്ടാണെന്ന് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഉറക്കക്കുറവിനെ പറ്റിയിട്ട് നന്നായി നമ്മൾ മനസ്സിലാക്കണതും അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാൻ അറിയുന്നത് ഒരു ആവശ്യമാണ്. കാരണം ഉറക്കക്കുറവിൻ്റെ പ്രോബ്ലംസ് പലപ്പോഴും വേറെ പല ബുദ്ധിമുട്ടുകളുടെ ആദ്യത്തെ ലക്ഷണങ്ങളായിരിക്കും. ഉറക്കക്കുറവ് പല കാരണങ്ങളും കൊണ്ടുണ്ടാവാം. ഒന്ന്, നമ്മൾ സബ്ജക്റ്റീവ് ഇൻസോംനിയ എന്ന് പറയും. സബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ രോഗിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ഉറങ്ങിയില്ല എന്നുള്ളൊരു അനുഭവമായിരിക്കും. പക്ഷെ കാണുന്നവർക്ക് തോന്നും അവർ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടെന്നും ആവശ്യമില്ലാണ്ട് ഉറക്കക്കുറവ് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറയുകയാണെന്ന്. ഇതിലെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് ഉറങ്ങാത്തൊരവസ്ഥയാണ്. കാണുമ്പോൾ പുറമേക്ക് ശരീരം ഉറങ്ങുന്നു, പക്ഷെ ഉള്ളുറങ്ങാത്തൊരവസ്ഥ വരുമ്പോഴും ഉറക്കമില്ലായ്മ തന്നെയായിട്ട് അതിനെ കാണാം. ഉറക്കമില്ലായ്മയ്ക്ക് മെഡിക്കലായിട്ടുള്ള പല കാരണങ്ങളുണ്ട്, സൈക്കോളജിക്കലായിട്ടുള്ള പല കാരണങ്ങളുണ്ട്. ഇന്നത്തെ എൻ്റെ ഈ സംസാരത്തിൽ ഞാൻ മെഡിക്കൽ കാരണങ്ങളെ പറ്റിയിട്ട് അധികം സംസാരിക്കില്ല. പല കാരണങ്ങൾ, ENTയിലത്തെ ശ്വാസകോശത്തിന് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഉറക്കത്തിന് കൂർക്കം വലി വല്ലാണ്ട് കൂടിയാൽ ഉറക്കം ശരിയാവാത്ത പോലെ തോന്നാം. ഉറക്കത്തിലെ ചില പ്രത്യേക പ്രശ്നം കൊണ്ട് ബോഡി റിലാക്സ് ആവാണ്ട് ചിലപ്പോൾ കൈയും കാലും ചലിപ്പിക്കുന്ന പീരിയോഡിക്കലി മൂവ്മെന്റ് ഡിസോർഡർ എന്ന് പറഞ്ഞ കണ്ടീഷൻസും, അങ്ങനെ പല മെഡിക്കൽ കാരണം കൊണ്ടും ഉറക്കമില്ലായ്മ ഉണ്ടാവാം. സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങളിൽ ഡിപ്രഷൻ, വിഷാദരോഗം വരുമ്പോഴത്തെ ഒരു കോമൺ സിംറ്റമാണ് എത്ര ഉറങ്ങിയാലും ഉറക്കം മതിയായില്ല എന്നുള്ള ഫീലിംഗ് വരില്ല. പിന്നെയുള്ള കാരണങ്ങളാണ് ഭയങ്കര ഉത്കണ്ഠ, അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി വല്ലാണ്ട് ചിന്തിച്ചിരുന്നിട്ട് അല്ലെങ്കിൽ പേടിയോ ഉത്കണ്ഠയോ എന്തെങ്കിലും ഉണ്ടായിട്ട് പലപ്പോഴും സ്വപ്നം കാണുക, അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അതിലൊരു 15-20 മിനിറ്റ് വരെ വല്ലാണ്ട് പേടിപ്പെടുത്തുന്ന ഒരവസ്ഥ വന്ന് ഭയങ്കര നെഞ്ചെടുപ്പ് വരിക, ശ്വാസം കിട്ടാത്ത പോലെ. ചിലർക്ക് തോന്നും കഴുത്തിൽ ആരോ മുറുക്കി പിടിച്ചിട്ടുണ്ട്, ഉറക്കം ആരോ നമ്മുടെ ശ്വാസകോശം തടസ്സപ്പെടുത്തുന്ന പോലത്തെ ഒരു തോന്നലുണ്ടാവുക, ഭയങ്കരമായിട്ട് പേടി ഉണ്ടാവും. അപ്പം ഇങ്ങനെ പല കാരണം കൊണ്ടും ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. ഉറക്കം കിട്ടാത്ത കാരണം പല ആൾക്കാരും ഉറക്കം കിട്ടണ വരെ മൊബൈലായിട്ടിരിക്കുക, അല്ലെങ്കിൽ കുറേ TV കാണുക, സമയം പോയി കിട്ടാനായിട്ട് പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൽ ചില കാര്യങ്ങൾ ഉറക്കം വരാൻ വേണ്ടി ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം കിട്ടാണ്ടിരിക്കുമ്പോൾ മൊബൈൽ, ടെലിവിഷൻ, ലാപ്ടോപ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു പ്രശ്നമാണ്. കാരണം ഉറക്കം നമ്മൾ കിട്ടാൻ ഉദ്ദേശിക്കുന്ന സമയത്തിൻ്റെ ഏകദേശം മിനിമം 1 മണിക്കൂറെങ്കിലും മുമ്പ് സ്ക്രീൻ ആയിട്ടുള്ള ഒരു ഐറ്റമും നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കാൻ നോക്കണം. കാരണം സ്ക്രീൻ ലൈറ്റ് ഉള്ളൊരു കാര്യമാകുമ്പോൾ ലൈറ്റിംഗ് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ പീനിയൽ ഗ്ലാൻഡിലത്തെ മെലറ്റോണിൻ ഹോർമോൺ സെക്രീഷനെ ലൈറ്റ് എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്ക്രീനിലുള്ള ഐറ്റംസിൽ ലൈറ്റ് കൊണ്ട് ഉറക്കം വരാനായിട്ട് അതൊരു തടസ്സമായി മാറും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കണം. അതേപോലെ കാപ്പി അല്ലെങ്കിൽ ചായ, മെയിനായിട്ട് കാപ്പി തന്നെ, അതേപോലെ ഈ കൂൾ ഡ്രിങ്ക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലപ്പോഴും കാഫീൻ്റെ അളവ് കൂടിയിട്ടും ഉറക്കം വരാൻ ചിലപ്പോൾ ലേറ്റ് അയക്കാം. ഉറക്കം വരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ലൈറ്റായിട്ടൊരു ഡിന്നർ കഴിക്കുക, അതിനുശേഷം ചെറുതായിട്ടൊരു 15-30 മിനിറ്റിൻ്റെ ചെറിയൊരു വാക്കിംഗ്, ഒരു നടത്തം കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക. പിന്നെ കിടക്കുന്ന നേരത്ത് പലപ്പോഴും ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നതും യൂസ്ഫുൾ ആയിട്ട് കാണാറുണ്ട്. ഇനി ഉറങ്ങണേനെ കുറച്ച് മുമ്പ് തന്നെ സ്ലീപ്പ് റിച്വൽസ് എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ, എന്ന് വെച്ചാൽ റിച്വൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഉറക്കം വരാനായിട്ട് ചില സെറ്റ് സിസ്റ്റംസ് നമ്മൾ ചെയ്യുക. എന്നുവെച്ചാൽ ബ്രൈറ്റ് ലൈറ്റ്സ് നമ്മൾ ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടിയും വൈറ്റ് ലൈറ്റ് അല്ലാണ്ട് യെല്ലോ ലൈറ്റോ കുറച്ചുകൂടി ഡിം ആയിട്ടുള്ള ലൈറ്റ് ഉള്ള ആ റൂമിലെ ലൈറ്റ്സ് കുറച്ച് ഡിമ്മാക്കുക. എപ്പോഴും സ്ഥിരം നമുക്ക് ഉറക്കം ഒക്കെ വരാനായിട്ട് മൊണോട്ടനസ് ആയിട്ട്, ബോറിംഗ് ആയിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, പാട്ടുകളായാലോ ട്യൂൺസ് ആയാലോ ലൈറ്റ് മ്യൂസിക്, അല്ലെങ്കിൽ ചില
വായിക്കാനുള്ള ചില ഐറ്റംസ്, ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും ബോറിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് പേപ്പറിലത്തെ ഐറ്റംസ് ആണെങ്കിലോ അങ്ങനത്തെ എന്തെങ്കിലും വായിച്ചിട്ട് മൂഡ് ഡള്ളായി നമുക്ക് അങ്ങനെ ബോറടിച്ചിട്ട് ഉറക്കം വരാൻ നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാണ്ട് ഉറക്കം കിട്ടണ വരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ അത് നമുക്ക് കൂടുതൽ മൈൻഡ് ആക്റ്റീവ് ആവുക ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഉറക്കം കുറച്ചുകൂടി നന്നായി കിട്ടാൻ അത് സഹായിക്കും. ഉറക്കം പലപ്പോഴും ശരിയായി കിട്ടാൻ ഒരു തടസ്സം വേറെ ഉള്ളത്, ചിലപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിൽ നോക്കുക എത്ര സമയമായി, എന്നിട്ട് അതിനെ പറ്റിയിട്ട് വറി ചെയ്യുക, ഇത്രയും നേരമായിട്ട് ഉറങ്ങിയില്ലല്ലോ, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഉറക്കത്തിൻ്റെ അളവ് അറിയാൻ വേണ്ടി ഉണർന്നു പോവുക. പിന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം. ക്ലോക്ക് എപ്പോഴും നോക്കണ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ക്ലോക്ക് അവിടെ നിന്ന് മാറ്റി വെക്കുക. ഉറക്കം വരുമ്പോൾ മാത്രം പോയി കിടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക. അങ്ങനെയാവുമ്പോൾ പതുക്കെ നമ്മൾ കിടക്കാൻ പോകുമ്പോൾ തന്നെ ഉറക്കം സ്റ്റാർട്ടാവണ ഒരു സിസ്റ്റം ആയി അത് മാറണം. അല്ലാണ്ട് കിടക്കാൻ നമ്മൾ പോകുമ്പോൾ കിടക്കയിൽ ഉറങ്ങാൻ മാത്രമേ നമ്മൾ പോകുന്നുള്ളൊരു സിസ്റ്റം ആയാൽ ശരീരം പതുക്കെ ആ ഒരു സിസ്റ്റത്തിലങ്ങ് വന്നു കഴിഞ്ഞാൽ ഉറക്കം താനെ റെഡി ആവേണ്ട ഒരു ഇതേ ഉള്ളൂ. ഇനി അണ്ടർലൈങ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലമോ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനും കൂടി നമ്മൾ ട്രീറ്റ് ചെയ്യാണ്ട് ഇത് ശരിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് പേഷ്യൻസിനൊരു പേടിയായിരിക്കും ഉറക്കം കിട്ടാനായിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ അത് അഡിക്റ്റ് ആവുന്ന മെഡിസിൻസ് ആയിരിക്കും, നീണ്ട നാൾ യൂസ് ചെയ്യേണ്ടി വരും. അത് ശരിയല്ല. കാരണം ഉറക്കം കിട്ടാനായിട്ട് കൊടുക്കുന്ന ടാബ്ലറ്റ്സിൽ അധികവും ഉറക്ക ഗുളികളല്ലാണ്ട് ഉറക്കം വരുന്ന വേറെ പല ടാബ്ലറ്റ്സ് ആയിരിക്കും. ചിലത് ടെൻഷൻ കുറയ്ക്കാനുള്ളതായിരിക്കും, ചിലത് ഈ ഉറക്കത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്ന വേറെ ചില മരുന്നുകളുണ്ട്. അത് പല വേറെ കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നതിൻ്റെ ഈ ഒരു ഉറക്കത്തിൻ്റെ എഫക്റ്റിനായിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസും ഉണ്ട്. എന്തായാലും ഒരു സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സ്ലീപ്പ് എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യാണ്ട് ഒരു മെഡിസിൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 2 ആഴ്ചക്കാളും കൂടുതൽ ഉറക്കത്തിനായിട്ട് ട്രീറ്റ്മെൻറ്റ് താനെ എടുക്കുന്നത് നല്ലതല്ല. അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് അതിനാവശ്യം. ഉറക്കക്കുറവിനെ പറ്റിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളും അത് കൂടാണ്ട് തന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഞങ്ങളെ നിങ്ങളുടെ ഡൗട്ട്സോ കമൻസോ അറിയിക്കുക. ഞങ്ങൾ അതിന് ഉത്തരം നൽകുന്നതായിരിക്കും.